ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബോൺസ് ഓഫ് ദ സ്കള്ളാണ്. നമ്മൾ സ്കെലിറ്റൽ സിസ്റ്റം ബോണ് എന്താണെന്നുള്ളത് പാർട്ട് 1 കവർ ചെയ്തു. ഇന്ന് നമ്മൾ ബോൺസ് ഓഫ് ദ സ്കള്ളാണ് കവർ ചെയ്യുന്നത്. ആക്സിയൽ പാർട്ടിൻ്റെ ബോൺസ് ഓഫ് ദ സ്കള്ളാണ് കവർ ചെയ്യുന്നത്. അപ്പം ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് സ്കെലിറ്റൽ സിസ്റ്റം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണല്ലോ. അപ്പം നമ്മുടെ ഈ സ്കെലിറ്റൽ സിസ്റ്റത്തിനെ അതിനെ 2 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്സ്, ആക്സിയൽ പാർട്ടെന്നും അപ്പെൻഡിക്കുലർ പാർട്ടെന്നും. അപ്പോൾ നമ്മളുടെ ഈ മിഡിൽ ഭാഗം കണ്ടില്ലേ, ഈ ഒരു ഭാഗം ആക്സിയൽ പാർട്ടെന്നും ഈ ജോയിൻ ചെയ്ത് കിടക്കുന്ന ഈ കൈകാലുകളുണ്ടല്ലോ, ഇതതിൻ്റെ അപ്പെൻഡിക്കുലർ പാർട്ടെന്നും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആക്സിയൽ പാർട്ടെന്നും അപ്പെൻഡിക്കുലർ പാർട്ടെന്നും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചാർട്ടിലോട്ട് വരാം. അതിന് മുന്നായിട്ട് ദ ബോൺസ് ഓഫ് ദ സ്കെലിറ്റൻസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 2 ഗ്രൂപ്പ്സ്. നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിലെ ബോൺസിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 2 ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? ആക്സിയൽ സ്കെലിറ്റൺ എന്നും അപ്പെൻഡിക്കുലർ സ്കെലിറ്റൺ എന്നും നമ്മൾ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആക്സിയൽ സ്കെലിറ്റൺ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ആക്സിസ് ഓർ സെൻട്രൽ കോർ ഓഫ് ദ സ്കെലിറ്റൺ. അപ്പോൾ സ്കെലിറ്റണിൻ്റെ സെൻറ്റർ കോർ അല്ലെങ്കിൽ ആക്സിസ് എന്ന് പറയും. എന്തെന്ന് പറയും? ആക്സിസ് എന്ന് പറയും. കൺസിസ്റ്റ് ഓഫ് ദ സ്കൾ എന്തൊക്കെയാണ് അവിടെ കാണപ്പെടുന്നത്? സ്കൾ ബോൺ, വെർട്ടിബ്രൽ കോളം, റിബ്സ് ആൻഡ് സ്റ്റേർണം ആണ് കാണപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഈ ആക്സിയൽ പാർട്ടും അപ്പെൻഡിക്കുലർ പാർട്ടും, അതായത് നമ്മുടെ ബോൺസ് ഓഫ് ദ സ്കെലിറ്റനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ആക്സിയൽ സ്കെലിറ്റൺ എന്നും അപ്പെൻഡിക്കുലർ സ്കെലിറ്റൺ എന്നും 2ആയിട്ട് തരംതിരിച്ചെന്ന് പറഞ്ഞു. ദിസ് ഈസ് ദ സെൻറ്റർ കോർ ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിൻ്റെ സെൻറ്റർ കോർ അല്ലെങ്കിൽ ആക്സിസ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണല്ലോ. അപ്പോൾ ആക്സിയൽ സ്കെലിറ്റൺ എന്താണ്? ദിസ് ഈസ് ആക്സിയൽ സ്കെലിറ്റൺ. മറ്റൊന്ന് എന്താണ്? അപ്പെൻഡിക്കുലർ സ്കെലിറ്റൺ. എന്താണ്? അപ്പെൻഡിക്കുലർ സ്കെലിറ്റൺ. അപ്പോൾ ദീസ് ആർ ദ പാർട്സ് ഓഫ് അപ്പെൻഡിക്കുലർ സ്കെലിറ്റൺ, ദീസ് ആർ ദ പാർട്സ് ഓഫ് ആക്സിയൽ സ്കെലിറ്റൺ. അപ്പോൾ എന്തൊക്കെയാണ് ആക്സിയൽ സ്കെലിറ്റൻ്റെ പാർട്ട് വരുന്നത്? എന്തൊക്കെയാണ്? അതിനു മുമ്പേ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ടോട്ടൽ ബോൺസ് ഇൻ അവർ ബോഡി. മുതിർന്നവരിൽ എത്ര ബോൺസ് ഉണ്ട്? ടോട്ടൽ 206 ബോൺസ് ഉണ്ട്. എത്ര ബോൺസ് ഉണ്ട്? 206 ബോൺസ് ഉണ്ട്. അപ്പം നമ്മൾ ബോൺസിൻ്റെ ഹ്യൂമൻ സ്കെലിറ്റണിൻ്റെ ബോൺസിന് 2 പാർട്ടായിട്ട് തരംതിരിച്ചെന്ന് പറഞ്ഞു, 2 ഗ്രൂപ്പ്സ് ആയിട്ട് തരംതിരിച്ചു. ആക്സിയൽ സ്കെലിറ്റൺ ആണ് അപ്പെൻഡിക്കുലർ സ്കെലിറ്റൺ. അപ്പോൾ ദിസ് ഈസ് ദ ആക്സിയൽ സ്കെലിറ്റൺ. ആക്സിയൽ സ്കെലിറ്റണിൽ ടോട്ടൽ 80 ബോൺസ് ഉണ്ട്. എത്ര ബോൺസ് ഉണ്ട്? 80. ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ഇൻ ആൻ ആക്സിയൽ സ്കെലിറ്റൺ ഈസ് 80 ബോൺസ്. And the total number of bones in an appendicular skeleton ഒന്ന് കൂട്ടി നോക്കിക്കേ. എങ്ങനെ അത് കണക്ക് കൂട്ടും? 206ൽ നിന്ന് 8 പോയി കഴിഞ്ഞാൽ പിന്നെ എത്രയായി? 206ൽ നിന്ന് 80 പോയി കഴിഞ്ഞാൽ 80, 206ൽ നിന്ന് 80 പോയി കഴിഞ്ഞാൽ 126 ബോൺസ്. എത്ര ബോൺസ് ഉണ്ട്? 126 ബോൺസ് എവിടെയുണ്ട്? അപ്പെൻഡിക്കുലർ സ്കെലിറ്റണിലുണ്ട്. അപ്പം ടോട്ടൽ ഹ്യൂമൻ ബോഡിയുടെ സ്കെലിറ്റൺ എന്ന് പറയുന്നത് ബോൺസ് എന്ന് പറയുന്നത് 206 ബോൺസ് ആണുള്ളത്. അതിൽ ആക്സിയൽ പാർട്ടിൽ എത്ര ബോൺസ് ഉണ്ട്? 80 ബോൺസ് ഉണ്ട്. നമ്മുടെ അപ്പെൻഡിക്കുലർ പാർട്ടിൽ എത്ര ബോൺസ് ഉണ്ട്? 126 ബോൺസ് ആണുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കാം. അപ്പം നമ്മുടെ ബോൺസിനെ സ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെ ബോണിനെ ഡിവൈഡഡ് ഇൻറ്റു 2 ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു. ആക്സിയൽ സ്കെലിറ്റൺ എന്നും അപ്പെൻഡിക്കുലർ സ്കെലിറ്റൺ എന്നും തിരിച്ചു. അപ്പോൾ ആക്സിയൽ സ്കെലിറ്റണിൽ എത്ര ബോൺസ് ഉണ്ട്? 80 ബോൺസ് ഉണ്ട്. അപ്പെൻഡിക്കുലർ സ്കെലിറ്റണിൽ 126 ബോൺസ് ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ഇൻ ഹ്യൂമൻ ബോഡിയിൽ ഹ്യൂമൻ ബോഡിയിൽ 206 ബോൺസ് ആണുള്ളത്. ഓക്കെ. അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് ആക്സിയൽ പാർട്ടില്ലേ, നമ്മുടെ ആക്സിയൽ പാർട്ടിൻ്റെ സ്കൾ ബോണാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് ഇവിടെ. അതിന് മുമ്പായിട്ട് ഞാൻ ചാർട്ട് കാണിച്ചൊന്ന് പഠിപ്പിച്ചു തരാം. നമ്മുടെ ഹ്യൂമൻ സ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെ എന്തൊക്കെയാണ് കാണപ്പെടുന്നത്? ബോൺസ് ഉണ്ട്, കാർട്ടിലേജ് ഉണ്ട്. എന്തുണ്ട്? കാർട്ടിലേജസ് ഉണ്ട്. ഹാർട്ട് സ്ട്രക്ചർ തന്നെയാണ് കാർട്ടിലേജും കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഫ്ലയബിൾ ആണ് കേട്ടോ, ഫ്ലയബിൾ ബോൺസ് ആണ്. പക്ഷേ ബോൺസ് ഫ്ലയബിൾ അല്ല, അതിന് ഒരു ഫ്ലെക്സിബിലിറ്റി കൂടുതലായിട്ടില്ല. പക്ഷേ കാർട്ടിലേജിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂടുതലായിട്ട് ഉണ്ട്. അപ്പം ഈ ഹ്യൂമൻ സ്കെലിറ്റൻ്റെ പാർട്സിന് 2 പാർട്ടുകളുണ്ട്. ബോൺസ് ഉണ്ട്, കാർട്ടിലേജ് ഉണ്ട്. ഇനി ഈ ബോൺസിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 2 ഗ്രൂപ്പ്സ് ആയിട്ട്. എന്തൊക്കെ? ആക്സിയൽ. അപ്പം ബോൺസ് എന്ന് പറയുന്നത് എത്ര ഉണ്ടെന്ന് പറഞ്ഞു? 206 ഉണ്ടെന്ന് പറഞ്ഞു. ആക്സിയൽ സ്കെലിറ്റൺ എന്നോ അപ്പെൻഡിക്കുലർ സ്കെലിറ്റൺ എന്നോ 2ആയിട്ട് തരംതിരിച്ചു. അതായത് 206 80 ബോൺസ് ആക്സിയൽ സ്കെലിറ്റണിലും 126 ബോൺസ് എവിടെയുണ്ട്? അപ്പെൻഡിക്കുലർ സ്കെലിറ്റണിലുമുണ്ട്. ഇനി നമ്മളുടെ ഈ ആക്സിയൽ സ്കെലിറ്റണിൻ്റെ പാർട്സിനെ
വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ പാർട്സ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ദിസ് ഈസ് ദ ഹ്യൂമൻ സ്കെലിറ്റൺ ആൻഡ് ദിസ് ഈസ് ദ ആക്സിയൽ പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഈ അപ്പൻഡിക്കുലർ പാർട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ 1 by 1 ആയിട്ട് എടുക്കുന്നതായിരിക്കും. പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് എടുക്കുന്നതായിരിക്കും. പാർട്ട് 1 ആയിട്ട് നമ്മൾ ഓൾറെഡി ബോൺ എന്താണെന്ന് പഠിച്ചു. ഇത് പാർട്ട് 2 നമ്മൾ ആക്സിയൽ സ്കെലിറ്റണിൻ്റെ പാർട്ടായ സ്കള്ളാണ് ഇന്ന് കവർ ചെയ്യുന്നത്. അപ്പോൾ സ്കൾ ബോൺസും സ്കളിൽ കാണപ്പെടുന്ന ഏതെല്ലാം ബോൺസുകളാണെന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ആക്സിയൽ പാർട്ടൊന്ന് നോക്കിപ്പോകാം. ആക്സിയൽ പാർട്ടിൻ്റെ ഭാഗമാണല്ലോ ഇത്. അപ്പോൾ ആക്സിയൽ പാർട്ടിൽ ഏതൊക്കെ ബോൺസുകളുണ്ട് എന്ന് നോക്കിയിട്ട് സ്കൾ ബോണിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിപ്പോൾ നിങ്ങൾ അത്രയും പേഷ്യൻസോടെ കാണില്ല. അപ്പം 1 by 1 നമുക്ക് കവർ ചെയ്തു പോകും. അപ്പോൾ ഈ സ്കൾ നമ്മുടെ ആക്സിയൽ പാർട്ടിലെ ബോൺസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, എടുത്തിട്ടില്ല. ഓക്കെ, നമുക്ക് നോക്കിപ്പോകാം അതൊന്ന്. ഈ ആക്സിയൽ സ്കൾ ബോൺ ഉണ്ട്. എന്തുണ്ട്? സ്കൾ ബോൺ ഉണ്ട്, വെർട്ടിബ്രേ ഉണ്ട്. ദിസ് ഈസ് സ്കൾ ബോൺ. കാണുന്നത് വെർട്ടിബ്രേ. റിബ്സ്, ഈ കാണുന്ന റിബ്സാണ്. നടുക്ക് ഈ കാണുന്നുണ്ടല്ലോ അത് സ്റ്റേർണമാണ്. എന്താണ്? സ്റ്റേർണം. അപ്പോൾ ആക്സിയൽ പാർട്ട് ഓഫ് ദ സ്കെലിറ്റണിൽ കാണപ്പെടുന്നത് സ്കൾ ബോൺ ഉണ്ട്. എന്തുണ്ട്? സ്കൾ ബോൺ. ടോട്ടൽ നമ്പർ ഓഫ് സ്കൾ ബോൺ ഈസ് 22. എത്ര ഉണ്ട്? നമ്മൾ ടോട്ടൽ ആക്സിയൽ സ്കെലിറ്റണിലെ ബോൺ 80 ആണെന്ന് പറഞ്ഞു. അതിൽ 22 സ്കൾ ബോൺസ് ഉണ്ട്. എത്ര ഉണ്ട്? 22 സ്കൾ ബോൺസ് ഉണ്ട്. അതുപോലെ നമ്മുടെ വെർട്ടിബ്രേ എന്ന് പറയുന്നത് 22 സ്കൾ ബോണും വെർട്ടിബ്രേ എന്ന് പറയുന്നത് 26 ബോൺസ് ആണ്. ഇന്ന് അഡൽറ്റിൻ്റെ കാര്യത്തിൽ അത് 26 ബോൺസും, അഥവാ കുഞ്ഞുങ്ങളിൽ ഇൻഫൻറ്റിലാണെന്നുണ്ടെങ്കിൽ 33 ബോൺസുമാണുള്ളത്. പക്ഷേ അഡൽറ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് ബോൺസ് ഫ്യൂസ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. ലോവർ സൈഡിലുള്ള ബോൺസ് എന്താണ്? ഫ്യൂസ്ഡ് ബോൺസ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ 1 എന്ന ഇങ്ങനെ ഫ്യൂസ് ആയി കിടക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ അതിനെ നമ്മൾ 1 എന്നാണ് കണക്കാക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് 26 ബോൺസ് വരുന്നത്. അപ്പം ഈ സ്കളിൽ 22 ബോൺസ് എന്ന് പറഞ്ഞു. വെർട്ടിബ്രൽ കോളത്തിൽ എത്ര ബോൺസ് ഉണ്ട്? സ്കളിൽ 22 ബോൺസും വെർട്ടിബ്രൽ കോളത്തിൽ 26 ബോൺസും. ആൻഡ് ദ റിബ് കേജ് അല്ലെങ്കിൽ നമ്മുടെ തൊറാസിക് കേജ് നമ്മൾ കുഞ്ഞുനാൾ മുതലേ പഠിച്ചു വരുന്നതാണ്. നമ്മളുടെ റിബ്സ്, വാരിയല്ലുകൾ എന്ന് പറയുന്നത് എത്ര ഉണ്ടെന്ന്? 12 പെയർ, 12 പെയർ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു വന്നതാണ്. അപ്പോൾ 12 പെയർ എന്ന് പറയുമ്പോൾ ഈച്ച് സൈഡിലും ഉണ്ട് അല്ലേ. അപ്പോൾ 24 ബോൺസ്. എത്ര ബോൺസ് ഉണ്ട്? 24 ബോൺസ്. ആൻഡ് മിഡിൽ പാർട്ടിൽ, ഈ ഒരു മിഡിൽ ഭാഗത്ത് ഇതിനെ കണക്ട് ചെയ്ത് കിടക്കുന്ന ഈ ഒരു ഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത്. സ്റ്റേർണം 1 ബോൺ. എത്ര ഉണ്ട്? സ്റ്റേർണം 1 ബോൺ. ആൻഡ് ദ ഹയോയിഡ് ബോൺ 1 ബോൺ. ദെൻ നമ്മളുടെ ചെവിക്കുള്ളിൽ, ഇയറിനുള്ളിൽ കാണപ്പെടുന്ന എത്ര ബോൺസ് ഉണ്ട്? ഇയറിനുള്ളിൽ 6 ബോണുകളുണ്ട്. എത്ര ബോൺസ് ഉണ്ട്? 6 ബോണുകളുണ്ട്. അപ്പോൾ ഈ ഇയറിനുള്ളിലെ ബോണും ഈ ഹയോയിഡ് ബോണും അസോസിയേറ്റഡ് ബോൺസ് ആണ്. സ്കളിലെ അസോസിയേറ്റഡ് ബോൺസ് ആണ് കേട്ടോ. ഈ ഇയർ ബോൺസ് 6 ഉണ്ട്. ഇയർ ബോൺസ് എത്ര ഉണ്ട്? 6 ബോൺസ് ഉണ്ട്. ഹയോയിഡ് ബോൺ 1 നമ്മുടെ ടങ്ങിന് താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. അത് 1 ബോൺസ് ആണുള്ളത്. യു ഷേപ്ഡ് ആണ്. അപ്പോൾ അതും ഇത് രണ്ടും നമ്മളുടെ അസോസിയേറ്റഡ് ബോൺസ് ആണ്. സ്കളിൻ്റെ പാർട്ടിൻ്റെ അസോസിയേറ്റഡ് ബോൺസ് ആണ് വരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ സ്കളിലെ ഇത് കണ്ടില്ലേ, സ്കൾ ബോൺസിനെ വീണ്ടും നമ്മൾ 2 ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ക്രേനിയം എന്നും ഫേസ് ബോൺ എന്നും. ഓക്കെ, നമ്മൾ ക്രേനിയൽ ബോൺസ് എന്നും ഫേഷ്യൽ ബോൺസ് എന്നും 2 ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഈ സ്കൾ ബോൺസിൽ അസോസിയേറ്റഡ് ബോൺസ് വരുന്നതാണ് എന്തെന്നൊക്കെ പറഞ്ഞത് ഈ ഓഡിറ്ററി ഓസൈക്കിൾസ് അല്ലെങ്കിൽ ചെവിക്കുള്ളിൽ കാണപ്പെടുന്ന ബോൺസാണ് ഇത് കേട്ടോ. ദെൻ ഹയോയിഡ് ബോൺ 1 ബോൺ, അതാണ് ഞാൻ ഈ കാണിച്ചത്. അസോസിയേറ്റഡ് ബോൺസ് ആണ്. സ്കളിനുള്ളിൽ വരുന്ന അസോസിയേറ്റഡ് ബോൺസിൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? ആക്സിയൽ സ്കെലിറ്റണിൽ ഏതൊക്കെ ബോണുകളാണ് വരുന്നതെന്ന് പറഞ്ഞു. സ്കൾ ബോൺസ് ഉണ്ട്. ഏതൊക്കെയുണ്ട്? സ്കൾ ബോൺസ് ഉണ്ട്. സ്കൾ ബോൺസ് എത്ര ഉണ്ടെന്ന് പറഞ്ഞു? 22 സ്കൾ ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിനോട് അസോസിയേറ്റഡ് എത്ര ബോൺസ് ഉണ്ട്? 7 ബോൺസ് ഉണ്ട്. ഇയർ ഓഫ് സിക്കിൾസ് 6ഉം 1 ഹയോയിഡ് ബോണും ഉണ്ട് കേട്ടോ. അത് അസോസിയേറ്റഡ് ബോൺസ് ആണ്. ദെൻ വെർട്ടിബ്രേ മറ്റൊരു എണ്ണം ഏതാണ്? ടോട്ടൽ സ്കൾ ആക്സിയൽ പാർട്ടിൽ 80 ബോൺസ് ആണ് ഉള്ളത്. അതിൽ എത്ര? സ്കൾ ബോൺസ് 22, വെർട്ടിബ്രേ എത്ര ഉണ്ട്? 26. അഡൽറ്റിൻ്റെ കാര്യത്തിൽ എത്രയാണ്? 26. ആൻഡ് നമ്മളുടെ റിബ് കേജ്, ഈ കാണുന്ന ഇത് തൊറാസിക് കേജ് അല്ലെ റിബ് കേജ് എന്ന് പറയുമേ.
അപ്പോൾ അത് എത്ര ഉണ്ട്? 24 ഉണ്ട്. 12 പെയർ എന്ന് പറയുമ്പോൾ 24. ആൻഡ് സ്റ്റേർണം 1 എന്നായി നടുക്ക് കാണപ്പെടുന്ന ഈ ഫ്ലാറ്റ് ബോണാണ് സ്റ്റേർണം 1 ബോൺസ് ആണുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മളിപ്പം സ്കൾ ബോൺ ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത് കേട്ടോ. വെർട്ടിബ്രേ, റിബ്സ്, സ്റ്റേർണം നെക്സ്റ്റ് ക്ലാസ്സിൽ ഓരോന്ന് 1 by 1 കവർ ചെയ്തിട്ട് ദെൻ അപ്പൻഡിക്കുലർ പാർട്ടിലോട്ട് പോകും. അപ്പോൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോസ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കൾ ബോൺ എന്താണെന്ന് നോക്കാം. അപ്പോൾ സ്കൾ ബോണിൽ ടോട്ടൽ എത്ര ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞു? 22 ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. ദ സ്കൾ റെസ്റ്റ് ഓൺ ദ അപ്പർ എൻഡ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം. എന്താ പറഞ്ഞ ഈ നമ്മുടെ സ്കൾ ബോൺ എവിടെ റെസ്റ്റ് ചെയ്യുന്നത്? അപ്പർ പാർട്ട്. എന്തിൻ്റെ അപ്പർ പാർട്ട്? വെർട്ടിബ്രൽ കോളത്തിൻ്റെ അപ്പർ പാർട്ടിൽ, അപ്പർ എൻഡ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം. ആൻഡ് ഇറ്റ്സ് ബോണി സ്ട്രക്ചർ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്സ്. അതിൻ്റെ ആ ഒരു സ്കൾ ബോൺസിൻ്റെ 2 പാർട്ടുകളായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ക്രേനിയം എന്നും ഫേഷ്യൽ ബോൺസ് എന്നും. അപ്പം നമ്മളെന്താ പറഞ്ഞത്? നമ്മളുടെ സ്കൾ ബോൺസിനെ വീണ്ടും ഇനി സ്റ്റഡി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സ്കള്ളിൻ്റെ പാർട്ടിനെ വീണ്ടും സ്കൾ ബോൺസ് എത്ര ഉണ്ടെന്ന് പറഞ്ഞു? 22 ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഈ സ്കൾ ബോൺസിനെ വീണ്ടും നമ്മൾ 2 ആയിട്ട് തരം തിരിച്ചു. ക്രേനിയൽ ബോൺസ് എന്നും പിന്നെന്താ പറഞ്ഞത്? മറ്റൊന്ന് ഫേഷ്യൽ ബോൺസ് എന്നും 2 ആയിട്ട് തരം തിരിച്ചു. ഓക്കെ. ദെൻ ഈ ക്രേനിയൽ ബോൺസിന് എത്ര ബോൺസ് ഉണ്ട്? 8 ബോൺസ് ഉണ്ട്. എത്ര ബോൺസ് ഉണ്ട്? 8 ബോൺസ്. ഫേഷ്യൽ ബോൺസ് 14 ബോൺസ് ഉണ്ട്. എത്ര ബോൺസ് ഉണ്ട്? 14 ബോൺസും. ക്രേനിയൽ ബോൺസ് 8 ബോൺസുമാണുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് 1 by 1 ക്രേനിയത്തിൽ ഏതൊക്കെ ബോൺസ് ആണ് കാണപ്പെടുന്നത്? ക്രേനിയം മീൻസ് ബ്രെയിൻ ആണ് അല്ലേ? സ്കള്ളാണ് കേട്ടോ. അല്ല, ബ്രെയിൻ ഇരിക്കുന്ന ആ ഒരു ഭാഗം. ഇതിൽ നമ്മൾ കണ്ടു ഈ വെർട്ടിബ്രൽ കോളത്തിൻ്റെ അപ്പർ പാർട്ടിലാണ് നമ്മുടെ ഈ ബ്രെയിൻ സിറ്റുവേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്ത് സിറ്റുവേറ്റ് ചെയ്യുന്നത്? അല്ലെ റെസ്റ്റ് ചെയ്യുന്നത്. ഈ സ്കൾ ഈസ് റെസ്റ്റ് ഇൻ ദ അപ്പർ എൻഡ് പാർട്ട് ഓഫ് ദ വെർട്ടിബ്രൽ കോളം എന്ന് പറഞ്ഞു. അപ്പോൾ വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഫസ്റ്റ് ബോൺ, ഈ കാണുന്ന ബോണിനെ അറ്റ്ലസ് എന്നാണ് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നു? അറ്റ്ലസ്. അപ്പർ ഫസ്റ്റ് ബോൺ എന്ന് പറയുന്ന അറ്റ്ലസ് ആണ്. അതെന്തുമായിട്ട്? നമ്മുടെ ഈ ബ്രെയിനുമായിട്ട് ജോയിൻ ചെയ്ത് കിടക്കുകയാണ്, ആർട്ടിക്കുലേറ്റ് ചെയ്ത് കിടക്കുകയാണ് ഈ ഒരു അറ്റ്ലസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് മറന്നു പോരുത്. അപ്പോൾ നമ്മുടെ ഈ സ്കൾ ബോൺസിനെ, അതിൻ്റെ സ്കള്ളിൻ്റെ പാർട്സിനെ ഉണ്ടല്ലോ, അതിനെ നമ്മൾ 2 ആയിട്ട് തരം തിരിച്ചു. ഇതിൻ്റെ ഇത്രയും ഭാഗമെന്ന് പറയുന്നത് ക്രേനിയം എന്നും, ക്രേനിയം എന്നും. ആ ക്രേനിയൽ ബോൺസ് എത്ര ഉണ്ടെന്ന് പറഞ്ഞു? 8 ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ നിന്ന് ഈ ഭാഗം മുതൽ ഈ ഭാഗം വരെയുള്ള ഭാഗം, അതിനെ ഫേഷ്യൽ ബോൺസ് എന്നും പറഞ്ഞു. എന്തെന്ന് പറഞ്ഞു? ഫേഷ്യൽ ബോൺസ് എന്നും പറഞ്ഞല്ലേ. അത് എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു? ഫേഷ്യൽ ബോൺസ് 14 ഉണ്ടെന്ന് പറഞ്ഞു. എത്ര ബോൺസ് ഉണ്ട്? 14 ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ക്രേനിയം എത്ര ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞു? 8 ക്രേനിയൽ ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. എത്ര ക്രേനിയൽ ബോൺസ് ഉണ്ട്? 8 ക്രേനിയൽ ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ആ ക്രേനിയം ബോൺസ്, സ്കൾ ബോൺസിൻ്റെ വീണ്ടും നമുക്ക് ആ ഒരു ചാർട്ട് ഒന്ന് നോക്കിയിട്ട് പോകാം. ഈ കാണുന്ന ക്രേനിയം ബോൺസിനെയും ഒന്നും ക്രേനിയൽ ഫേസ് ബോൺസ് ഒന്നും തരം തിരിച്ചിട്ടുണ്ട്. ക്രേനിയം എത്ര ഉണ്ട്? 8 ബോൺസും ഫേസ് 14 ബോൺസും, ടോട്ടൽ 22 ബോൺസും സ്കള്ളിൽ. അപ്പം ക്രേനിയൽ ബോൺസ് ഏതൊക്കെയാണ്? ഓക്സിപിറ്റൽ ബോൺ, 1 ഓക്സിപിറ്റൽ ബോൺ. അപ്പോൾ ഓക്സിപിറ്റൽ ബോൺ ഏറ്റവും ബാക്കിൽ കാണപ്പെടുന്ന, നമ്മുടെ സ്കള്ളിൻ്റെ ഏറ്റവും പുറകുവശത്ത് കാണപ്പെടുന്ന ബോണാണ് ഓക്സിപിറ്റൽ ബോൺ. എത്ര എണ്ണം ഉണ്ടത്? ഒരെണ്ണമേ ഉള്ളൂ. ദെൻ പെറൈറ്റൽ ബോൺ നമ്മൾക്ക് ആശീർവാദമൊക്കെ തരത്തില്ലേ, നമ്മളെ അങ്ങനെ അനുഗ്രഹിക്കത്തൊക്കെയല്ലേ തലയിൽ കൈവച്ച് ആ ഒരു ഭാഗം, നെറ്റിയല്ല, അതിൻ്റെ പുറകുവശം കേട്ടോ. പെറൈറ്റൽ ബോൺസ് എത്ര ഉണ്ട്? 2 ഉണ്ട്. ദെൻ ഫ്രണ്ടൽ ബോൺ എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നിൽ നമ്മുടെ ഫോർഹെഡാണ് ഫ്രണ്ടൽ ബോണ്. ഫോർഹെഡ് മുതൽ ഉച്ചി വരെ. അപ്പോൾ അത് എത്ര എണ്ണം ഉണ്ട്? ഒറ്റ ബോണേ ഉള്ളൂ. ഫ്രണ്ടൽ ബോൺ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. ദെൻ ടെമ്പോറൽ ബോൺ എന്ന് പറയുമ്പോൾ ചെവികളുടെ ഇരുവശത്തുമായിട്ടാണ്, അത് 2 പെയർഡിലാണ്, ഇരു ചെവികളുടെയും, അതായത് ഹെഡിൻ്റെ 2 സൈഡിലുമായിട്ട് കാണപ്പെടുന്നത്. സ്പീനോയിഡ് ബോൺ എന്ന് പറയുമ്പോൾ ബട്ടർഫ്ലൈ ഷേപ്പ്ഡ് ബോണാണ്. അത് നമ്മളുടെ തലയുടെ, അതായത് നമ്മളുടെ ഈ ഹെഡിൻ്റെ ബാക്ക് പോർഷനിലായിട്ടാണ് അത് കാണപ്പെടുന്നത് കേട്ടോ. ദെൻ 1 എത്തമോയിഡ് ബോൺസ്. അപ്പോൾ ഇത്രയും ബോൺസാണ് ക്രേനിയൽ പാർട്ടിൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഫേസ് പാർട്ടിൽ കാണുമ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം വിശദമായിട്ട്.
ഇതിൻ്റെ ഓരോന്നിൻ്റെ സ്ട്രക്ചർ കണ്ട് തന്നെ പഠിക്കാമേ. അപ്പോൾ ഏതൊക്കെ ബോൺസ് ആണെന്നൊന്ന് ചാർട്ടൊന്ന് നോക്കിയിട്ട് പോയാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇത് കേട്ടോ. അപ്പോൾ ഈ ബോൺസിൻ്റെയൊക്കെ പേരുകൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ സ്കൾ ബോൺസ് ഏതൊക്കെയാണെന്നും എത്ര ബോൺസ് ഉണ്ടെന്നും എത്ര എണ്ണം വീതം ഉണ്ടെന്നും ഉള്ളതൊക്കെ സെപ്പറേറ്റ് പഠിക്കണം. അപ്പോൾ ഫേസിൽ കാണപ്പെടുന്ന ബോൺസ് 14 ബോൺസ് ഉണ്ട് ടോട്ടൽ. ഏതൊക്കെയാണ്? മാക്സിലറി ബോൺസ്, പാലറ്റൈൻ ബോൺസ്, നാസൽ ബോൺസ്, വോമർ ബോൺസ്, ഇൻഫീരിയർ നാസൽ, കോൺകേവ്, സൈഗോമാറ്റിക് ബോൺ, ലാക്രൈമൽ ബോൺസ് ആൻഡ് മാൻറ്റിബിൾ. ഇതിൽ ഇത്രയും ബോൺസാണ് നമ്മളുടെ ഫേസിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഈ മാൻറ്റിബിളും നമ്മുടെ പെയേർഡിൽ ബാക്കി എല്ലാ ബോൺസും 2 എണ്ണം വീതമുണ്ട്. പക്ഷേ വോമർ ബോൺസും നമ്മുടെ മാൻറ്റിബിൾ ബോൺസും മാത്രമേ ഉള്ളൂ പെയറിലല്ലാതെ കാണുന്നത്. അൺപെയറായിട്ട് കാണപ്പെടുന്ന അപ്പോൾ 2 ബോൺസേ ഉള്ളൂ ഫേസിൽ. ഏതൊക്കെയാണ്? വോമർ ബോൺസും മാൻറ്റിബിൾ ബോൺസുമാണ്. അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ നമുക്കിനി ഓരോന്നും നോക്കിപ്പോകാം. അപ്പം നമ്മളുടെ സ്കൾ ബോൺസിനെ 2 ഭാഗമായിട്ട് തിരിച്ചു, ക്രേനിയൽ ബോൺസ് എന്നും ക്രേനിയം എന്നും ഫേസ് എന്നും അല്ലേ. ഇപ്പോൾ ക്രേനിയലിൽ കാണപ്പെടുന്ന ബോൺസ് ഏതൊക്കെയാണ്? ടോട്ടൽ 8 ബോൺസ് ഉണ്ട്. എത്ര ബോൺസ് ഉണ്ട്? 8 ബോൺസ് ഉണ്ട്. എത്ര ബോൺസ് ഉണ്ട്? 8 എണ്ണമുണ്ട്. അപ്പോൾ ക്രേനിയത്തിൽ ആദ്യത്തെ ഓക്സിപിറ്റൽ ബോൺ, ഫസ്റ്റ് ബോൺ എന്ന് പറയുന്നത് ഏതാണ്? ഓക്സിപിറ്റൽ ബോണാണ്. അപ്പോൾ നമുക്ക് അത് അവിടെ നിൽക്കിയിട്ട് ഓക്സിപിറ്റൽ ബോണാണ്. നമുക്ക് ഓരോന്നും കാണിച്ചു തരാം. നമുക്ക് നെറ്റിയിൽ നിന്ന് തുടങ്ങാം. ഈ കാണുന്ന ഓറഞ്ചിൽ കാണപ്പെടുന്നതാണ് നമ്മുടെ ഫ്രണ്ടൽ ബോൺസ്. എന്താണത്? ഫ്രണ്ടൽ ബോൺ. എത്ര എണ്ണം ഉണ്ട്? ഒറ്റ ബോണേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ 8 ബോണാണ് ക്രേനിയൽ, അല്ലാതെ സ്കളിൽ പുറകിൽ ക്രേനിയത്തിൽ കാണപ്പെടുന്നത്. ക്രേനിയം മീൻസ് ബ്രെയിൻ സൈഡാണ്. അപ്പോൾ ഇത്രയും ഭാഗത്തെ അന്നേരം ഇത് ഫ്രണ്ടൽ ബോൺസ് എന്ന് പറയുമ്പോൾ 1. ദെൻ പെറൈറ്റൽ ഈ ഒരു ഭാഗമാണ്. ഇത്രയും ഭാഗം പെറൈറ്റൽ ബോണാണ്. ഈ പെറൈറ്റൽ ബോൺ 2 ഉണ്ട്. 2 സൈഡിലുമുണ്ട്. ബ്രെയിനിൻ്റെ 2 സൈഡിലുമുണ്ട്. ഏറ്റവും ബാക്കിൽ കാണപ്പെടുന്ന ബോൺ കണ്ടില്ല? ദാറ്റ് ഈസ് ഓക്സിപിറ്റൽ ബോൺ. ഏത് ബോണാണിത്? ദിസ് ഈസ് ഓക്സിപിറ്റൽ ബോൺസ്. ഓക്സിപിറ്റൽ ബോൺസ് എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണമേ ഉള്ളൂ. എത്ര ഓക്സിപിറ്റൽ ബോൺ ഉണ്ട്? ഒരു ഓക്സിപിറ്റൽ ബോണേ ഉള്ളൂ. ടെമ്പോറൽ ബോൺ ഈ ഒരു ചെവിയുടെ ഭാഗത്തായിട്ട് ഇരുവശങ്ങളിലും ഉണ്ട് കേട്ടോ, അപ്പുറം ഇപ്പുറം ഉണ്ട്. അപ്പോൾ ടെമ്പോറൽ ബോൺസ് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണമുണ്ട്. സ്പീനോയിഡ് ബോൺ എന്ന് പറയുമ്പോൾ ഈ പുറകിൽ നമ്മുടെ ഈ മൂക്കിൻ്റെയും കണ്ണിൻ്റെയൊക്കെ ബാക്ക് സൈഡിലായിട്ട് അത് നമുക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ, അത് അകത്തു കൂടി മാത്രമേ നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്പീനോയിഡ് ബോൺ ബട്ടർഫ്ലൈ ഷേപ്ഡ് ബോണാണ്. അത് എത്ര എണ്ണമുണ്ട്? ഒരെണ്ണമുണ്ട്. അത് ഈ ബോൺസ് ബാക്കിയുള്ള ബോൺസുമായിട്ട് ഇത് ഇൻ്റർകണക്ട് ചെയ്ത് കിടക്കുന്ന ബോൺസാണ് കേട്ടോ. അപ്പോൾ എത്ര ബോൺസായി ടോട്ടൽ? എത്ര ബോൺസായി? ഫ്രണ്ടൽ 1 2 1 + 2 3 4 5 6 7. ഇനി ഏതാണ് ഒരു ബോൺ ഉള്ളത്? ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ പറയാൻ. 1 ഈസ് സ്പീനോയിഡ് ബോൺ. ഒരെണ്ണം ഏതാണ്? സ്പീനോയിഡ് ബോണിൻ്റെ കാര്യം പറഞ്ഞല്ലോ, സ്പീനോയിഡ് ബോൺ. ദെൻ എത്തമോയിഡ് ബോൺസ്. മറ്റൊന്ന് ഏതാണ്? എത്തമോയിഡ് ബോൺസ്. എത്ര ബോൺസ് ഉണ്ട്? എത്തമോയിഡ് 1 ബോൺസ് ആണുള്ളത്. എത്തമോയിഡ് ബോൺസ് അത് നമ്മുടെ ഓർബിറ്റിൻ്റെ ആ സൈഡിലായിട്ടാണ് കാണപ്പെടുന്നത്. ഞാൻ കാണിച്ചു തരാം ഓരോന്നുമേ. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ എത്ര ബോൺസ് ആയി? ഇപ്പം ക്രേനിയൽ ബോൺസ് എത്ര എണ്ണം ഉണ്ട്? 8 ഉണ്ട്. എത്ര ബോൺസ് ഉണ്ട്? 8 ക്രേനിയൽ ബോൺസ് ഉണ്ട്. നമുക്ക് ഒന്നും കൂടി ഒന്ന് നോക്കാം. എന്താണ്? നമ്മളുടെ നെറ്റിയിൽ നിന്ന് തുടങ്ങും കേട്ടോ. ഫ്രണ്ടൽ ബോൺസ്, നിങ്ങൾക്കതൊന്ന് ടച്ച് ചെയ്ത് ഫീൽ ചെയ്യാവുന്നതാണ്. ഫ്രണ്ടൽ ബോൺസ് എന്താണ്? ഫ്രണ്ടൽ ബോൺസ് ഒരെണ്ണം. പിന്നെന്താണ്? പെറൈറ്റൽ ബോൺസ് 2. ഏറ്റവും ബാക്ക് സൈഡിലെ ബോൺ ഏതാണ്? ഓക്സിപിറ്റൽ ബോൺ 1. ഇയറിൻ്റെ നമ്മളുടെ ചെവികളുടെ ഇരുവശങ്ങളിലുമായിട്ട്, അതായത് നമ്മുടെ ഹെഡിൻ്റെ 2 സൈഡിലുമായിട്ട് എന്തുണ്ട്? ടെമ്പോറൽ ബോൺസ് ഉണ്ട്. 2 ഉണ്ട്. 2 സൈഡിലുള്ളതുകൊണ്ട് 2 ഉണ്ട്. ദെൻ സ്പീനോയിഡ് ബോൺ ബട്ടർഫ്ലൈ ഷേപ്ഡ് ബോൺസ് 1. ദെൻ എത്തമോയിഡ് ബോൺസ് 1. എന്താണ്? എത്തമോയിഡ് കാണുന്നതാണ്. എത്തമോയിഡ് ബോൺസ് 1. ടോട്ടൽ എത്ര ബോൺസ് ഉണ്ട്? 8 ബോൺസ് ആണ് ക്രേനിയത്തിലുള്ളത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ, എഴുതി പഠിക്കണം. ഓരോ ബോൺസും ഏതോർക്കത്തിൽ ചോദിച്ചാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ സ്പീനോയിഡ് ബോൺസ് ബട്ടർഫ്ലൈ ഷേപ്പ്ഡ് സ്പീനോയിഡ് ബോൺസ് ആണെന്ന് പറഞ്ഞല്ലോ, അത് നമ്മുടെ പോസ്റ്റീരിയർ വ്യൂ ആണ്. ഇത് നമ്മളുടെ ഹെഡിൻ്റെ പോസ്റ്റീരിയർ വ്യൂ ആണ്. പോസ്റ്റീരിയർ വ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാമല്ലോ, പോസ്റ്റീരിയർ മീൻസ് ബാക്ക് സൈഡിൽ കൂടിയുള്ള വ്യൂ ആണ് കേട്ടോ. ബാക്ക് സൈഡ്, ആൻറ്റീരിയർ ഫ്രണ്ട് സൈഡ്, പോസ്റ്റീരിയർ ബാക്ക് സൈഡ് ആണല്ലോ. അപ്പോൾ ദിസ് ഈസ് ദ പോസ്റ്റീരിയർ വ്യൂ ആൻഡ് ദിസ് ഈസ് ദ ബട്ടർഫ്ലൈ ഷേപ്പ്ഡ് ബോൺ. കണ്ടില്ലേ? അത് ഇത് എല്ലാ ബോൺസുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്നു. ബാക്കിയുള്ള 7 ബോൺസുമായിട്ടും ഇത് ലിങ്ക് ചെയ്ത് കിടക്കുന്നു. ദിസ് ഈസ് ദ വോമർ ബോൺസ്. സോറി വോമർ അല്ല, എത്തമോയിഡ് ബോൺ. ദിസ് ഈസ് ദ എത്തമോയിഡ് ബോൺസ്. എന്താണിത്? എത്തമോയിഡ് ബോൺസ്.
പോസ്റ്റീരിയർ വ്യൂ ആണ് ഇതിന് കിട്ടുന്നത് കേട്ടോ. ദെൻ ബട്ടർഫ്ലൈ ഷേപ്പ്ഡ് ബോൺസ് ഒന്നും കൂടെ കാണിച്ചു തരാം. ദിസ് ഈസ് ദ സ്പീനോയിഡ് ബോൺസ്. എന്താണിത്? സ്പീനോയിഡ് ബോൺ ബട്ടർഫ്ലൈ ഷേപ്പ്ഡ് ആണ്. നമ്മുടെ ബാക്ക് സൈഡിൽ നടുക്കായിട്ട് തലയുടെ ഈ പോസ്റ്റീരിയർ വ്യൂവിലെ കാണത്തുള്ള ഉൾവശത്തായിട്ടാണ് ഇത് കാണപ്പെടുന്നത് കേട്ടോ. അതുപോലെ നമ്മുടെ ഓക്സിപിറ്റൽ ബോൺസിൽ ശ്രദ്ധിച്ച് കേൾക്കണേ. ഓക്സിപിറ്റൽ ബോണാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് സ്ട്രക്ചർ ഓഫ് ഓക്സിപിറ്റൽ ബോൺ ഈ ബാക്ക് സൈഡിലാണ് കാണപ്പെടുന്നത്. എവിടെ കാണപ്പെടുന്നത്? ഏറ്റവും പുറകുവശത്ത് കാണുന്ന ഒറ്റ ബോണേ ഉള്ളൂ. ഇത് എത്രണ്ണേ ഉള്ളൂ? ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. ഈ ഓക്സിപിറ്റൽ ബോണിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു എന്തുണ്ട്? ഒരു ഹോളുണ്ട്. എന്തുണ്ട്? ഹോളുണ്ട്. അതിന് പറയുന്നത് എന്താണ്? ഫൊറാമൻ മാഗ്നം. എന്താണത്? ഫൊറാമൻ മാഗ്നം. ഈ ഫൊറാമൻ മാഗ്നത്തിൽ കൂടി എന്തൊക്കെ പാസ് ചെയ്യുന്നുണ്ട്? ബ്ലഡ് വെസൽസ്, നെർവ്സ്, ലിംഫാറ്റിക് വെസൽസ് ഒക്കെ ഈ ഒരു മാഗ്നം ഈ ഒരു ഹോൾസിൽ കൂടി പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്വിച്ചേഴ്സ് ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ 2 ഹോൾസ് കണ്ടില്ലേ? ഇതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ഈ 2 ഹോൾസ്, ഇതിന് കോണ്ടൈൽസ് ആണ്. എന്താണിത്? കോണ്ടൈൽസ് ഫോർ ആർട്ടിക്കുലേഷൻ വിത്ത് അറ്റ്ലസ്. അറ്റ്ലസ് എന്താണ്? അറ്റ്ലസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ നട്ടലിൻ്റെ ഏറ്റവും മുകളിലുള്ള ഫസ്റ്റ് വെർട്ടിബ്രൽ ബോണാണ്. അപ്പോൾ അതിനെ അറ്റലസ് എന്നാണ് വിളിക്കുന്നത്. ആ ഫസ്റ്റ് ബോണും നമ്മുടെ ഈ ഹെഡിൻ്റെ ഈ പോർഷനുമായിട്ട് ഇങ്ങനെ കൊളുത്തിട്ട് കിടക്കുകയാണ്. നമ്മൾ ലോക്കിട്ട് കിടക്കത്തില്ലേ? അങ്ങനെ ലോക്ക് ചെയ്ത് കിടക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഹെഡ് മൂവ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഹെഡ് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്നത്. ഈ വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഫസ്റ്റ് ബോൺ അറ്റ്ലസും ഈ ഒരു ഓക്സിപിറ്റൽ റീജിയനുമായിട്ട് ഇത് കൊളുത്തിട്ട് കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്താണ് ഈ ഹോളിലേക്ക് ഇത് കൊളുത്ത് വീണ് നമ്മൾ കൊളുത്തിടത്തില്ലേ? കഥയുടെ ഒക്കെ കൊളുത്തിടത്തില്ല, അതുപോലെ ഇത് കൊളുത്ത് വീണ് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു പൊസിഷനാണ് ഇതിനുള്ളത് കേട്ടോ. അങ്ങനെ ഒരു സ്ട്രക്ചറാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതെന്താണ്? ഫൊറാമൻ മാഗ്നം. ഇതെന്താ പറഞ്ഞത്? കോണ്ടൈൽ ഫോർ ആർട്ടിക്കുലേഷൻ ഫോർ ദ അറ്റ്ലസ് ആണ്. അപ്പോൾ ഓക്സിപിറ്റൽ റീജിയണിലാണ് ഇത് കാണപ്പെടുന്നത്. എവിടെയാണ് ഇത് കാണപ്പെടുന്നത്? ഓക്സിപിറ്റൽ ബോണിൻ്റെ താഴ്വശത്തായിട്ടാണ്, ഇൻഫീരിയർ പാർട്ടിലായിട്ടാണ് ഈ ഒരു ഇത് കാണപ്പെടുന്നത് കേട്ടോ. ദെൻ ക്ലിയർ ആയല്ലോ? അപ്പോൾ ക്രേനിയൽ ബോൺസിൻ്റെ കാര്യം പറഞ്ഞു. ക്രേനിയത്തിൽ എത്ര ബോൺസ് ഉണ്ട്? 8 ബോൺസ് ഉണ്ട്. ഓക്സിപിറ്റൽ ബോൺസ്, പറൈറ്റൽ ബോൺസ്, ഫ്രണ്ടൽ ബോൺ, ടെമ്പോറൽ ബോൺ, സ്പീനോയിഡ് ബോൺ, എത്തമോയിഡ് ബോൺസ്. ദീസ് ആർ ദ ഓക്സിപിറ്റൽ ക്രേനിയൽ ബോൺസ്. അപ്പോൾ അത് നമുക്കൊന്ന് അതിൻ്റെ എക്സ്പ്ലനേഷൻ കണ്ടുപോകാം. അപ്പോൾ എന്താ പറഞ്ഞാൽ? ഇത് ക്രേനിയം ഈസ് ഫോംഡ് ബൈ സെവറൽ ഫ്ലാറ്റ് ആൻഡ് ഇറഗുലർ ബോൺസ് ദാറ്റ് പ്രൊട്ടക്ട് ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിനെ അത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന ഈ ക്രേനിയൽ ക്യാവിറ്റിക്കുള്ളിൽ ഏത് ഓർഗനാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ബ്രെയിൻ ആണ് അല്ലേ? അതിനെ എന്ത് ചെയ്യുന്നു? ഈ ഫ്ലാറ്റ് ആൻഡ് ഇറഗുലർ ബോൺസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ദ ബ്രെയിൻ റെസ്റ്റ് ഓൺ ദ ബേസ് ഓഫ് ദ സ്കൾ ആൻഡ് എൻക്ലോസ്ഡ് ഇൻ ദ ക്രേനിയൽ ക്യാവിറ്റി. ഇൻ ദ മെച്യൂർ സ്കൾ ദ ജോയിൻറ്റ് സ്വിച്ചേഴ്സ് ബിറ്റ്വീൻ ദ ബോൺസ് ആർ ഇമ്മൂവബിൾ. എന്താണ് സ്വിച്ചേഴ്സ്? ഈ കാണുന്നത് കണ്ടോ? ഈ കാണുന്നതാണ് സ്വിച്ചേഴ്സ്. ഇതിനകത്ത് പെർഫറേഷൻസ് ഉണ്ട്. അതായത് ഇതിനുള്ളിൽ കൂടി എന്ത് പാസ് ചെയ്യുന്നുണ്ട്? നെർവുകളൊക്കെ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പെർഫറേഷൻ ഫൊറാമൻ മാഗ്നം ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ അതിലൊക്കെ എന്താണ്? നെർവും ബ്ലഡ് വെസൽസും ഒക്കെ പാസ് ചെയ്യുന്നതാണ് കേട്ടോ. അതായി പറഞ്ഞിരിക്കുന്നത്. ദ ബോൺസ് ഹാവ് ന്യൂമറസ് പെർഫറേഷൻസ്. എക്സാമ്പിൾ പറയുമെങ്കിൽ ഫോറാമൻ മാഗ്നം, ഫിഷേഴ്സ് ത്രൂ വിച്ച് നെർവ്, ബ്ലഡ് ആൻഡ് ലിംഫ് വെസൽ പാസ്. ഈ ഒരു ഫൊറാമൻ മാഗ്നം ഒക്കെ ഈ ചെറിയ ചെറിയ ഹോൾസ്, ഫിഷേഴ്സൊക്കെ ഇതിനകത്തിൽ കാണപ്പെടുന്ന ആ ഒരു പാർട്ടിൽ കൂടിയാണ്, സ്വിച്ചേഴ്സിൽ കൂടിയാണ് എന്ത് പാസ് ചെയ്യുന്നത്? നമ്മളുടെ നെർവും ബ്ലഡ് വെസൽസും ഒക്കെ പാസ് ചെയ്യുന്നത്. ദ ബോൺസ് ഓഫ് ദ ക്രേനിയം ആർ. അപ്പോൾ ഇനി ബോൺസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു? ഫ്രണ്ടൽ ബോൺ. ഫ്രണ്ടൽ ബോൺ എന്ന് പറയുമ്പം അത് നമ്മളുടെ ഫോർഹെഡാണ്. എന്താണത്? ദിസ് ഈസ് ദ ബോൺ ഫോംസ് ദ ഫോർഹെഡ് ഓഫ് ദ സ്കൾ. നമ്മുടെ ഫോർഹെഡ് ആക്കുന്നത് ഏതാണ്? ഫ്രണ്ടൽ ബോൺ ആണ്. 1 ഫ്രണ്ടൽ ബോൺ. പറൈറ്റൽ ബോൺസ് എന്ന് പറയുമ്പോൾ ദീസ് ബോൺസ് ഫോം ദ സൈഡ്സ് ആൻഡ് റൂഫ്സ് ഓഫ് ദ സ്കൾ. നമ്മുടെ സ്കളിൻ്റെ റൂഫ് എന്ന് പറയുന്നത് ഏതാണ്? പറൈറ്റൽ ബോൺസ് ആണ്. ടെമ്പോറൽ ബോൺസ് എന്താണ്? ദ ടെമ്പോറൽ ബോൺസ് ലൈ വൺ ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ ഹെഡ്. ഹെഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് ഈ ടെമ്പോറൽ ബോൺസ് കാണപ്പെടുന്നത്. ഓക്സിപിറ്റൽ ബോൺ എന്ന് പറയുമ്പോൾ ദിസ് ബോൺ ഫോംസ് ദ ബാക്ക് ഓഫ് ദ ഹെഡ് ആൻഡ് പാർട്ട് ഓഫ് ദ ബേസിസ് ഓഫ് ദ സ്കൾ. ഏറ്റവും ബാക്കിൽ കാണപ്പെടുന്നതാണ്. സ്പീനോയിഡ് ബോൺ എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തന്നല്ലോ, അത് നമ്മുടെ ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ബോണാണ്.
The sphenoid bone forms the middle part of the base of the skull and articulate with the occipital, temporal, parietal and frontal bones. മറ്റുള്ള എല്ലാ ബോൺസുമായിട്ട് ഇത് എന്ത് ചെയ്ത് കിടക്കുന്നു? ആർട്ടിക്കുലേറ്റ് ജോയിൻ ചെയ്ത് കിടക്കുന്നു കേട്ടോ. Then one ethmoid bone ആണുള്ളത്. The delicate ethmoid bone occupies the anterior part of the base of the skull and helps to form the orbital cavity, the upper part of the nasal. അതെന്താണെന്ന് അറിയാമോ? എത്തമോയിഡ് ബോൺ എന്ന് പറയുമ്പോഴത്തേക്കും ഈ കാണുന്നതാണ് എത്തമോയിഡ് ബോണ്. നമ്മുടെ ഓർബിറ്റൽ ക്യാവിറ്റിയുടെ കണ്ണിൻ്റെ കുഴിയില്ലേ, ഓർബിറ്റൽ ക്യാവിറ്റിയുടെ ആ ഒരു പോർഷനിലായിട്ടാണ് എന്ത് കാണുന്നത്? എത്തമോയിഡ് ബോൺസ് കാണുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ക്രേനിയൽ ബോൺസ് എത്ര ഉണ്ടെന്ന് പറഞ്ഞു? 8 ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് നമ്മൾ കണ്ട് ഏതൊക്കെയാണ്? ഓക്സിപിറ്റൽ ബോൺ 1, പറൈറ്റൽ ബോൺസ് 2, ഫ്രണ്ടൽ ബോൺ 1, ടെമ്പോറൽ ബോൺസ് 2, സ്പീനോയിഡ് ബോൺസ് 1, എത്തമോയിഡ് ബോൺസ് 1, ടോട്ടൽ 8 ബോൺസ്. ലേൺ ഇറ്റ്. ദെൻ ഫേസ് ബോൺസ് ഏതൊക്കെയാണ്? ഫേസ് ബോൺസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ 14 ബോൺസ് ആണുള്ളത്. അത് നമുക്ക് നോക്കാം ഓരോന്നും. മാക്സിലറി ബോൺസ്, പലറ്റൈൻ ബോൺസ് ഏതൊക്കെയാണെന്നുള്ളത്. ഇനി എന്താണ് നമ്മുടെ ബോൺസ് ഓഫ് ദ ഫേസ്? ഫേസിലെ ബോൺസ് എത്ര ഉണ്ട്? 14 ഉണ്ട്. എത്ര ഉണ്ട്? 14 ഉണ്ട്. അത് നമുക്ക് നോക്കാം ഓരോന്നും. ഏതൊക്കെയാണ്? The skeleton of the face is formed by 13 bones in addition to the frontal bone already described. അതിൽ എത്ര ബോൺസ് ഉണ്ട് നോക്കിയേ? 2 സൈഗോമാറ്റിക് ബോൺസ്. സൈഗോമാറ്റിക് ബോൺസ് ഓർ ചീക്ക് ബോൺസ് ആണ്. അതെവിടെയാണ് കാണപ്പെടുന്നത്? സൈഗോമാറ്റിക് ബോൺസ് ഓർ ചീക്ക് ബോൺസ് ഞാൻ കാണിച്ചു തരാം ഓരോന്നും. അതിനു മുമ്പ് ഇതിൻ്റെ പാർട്സ് ഒന്ന് നോക്കിയേ. 1 മാക്സില, നാസൽ ബോൺസ്, ലാക്രൈമൽ ബോൺസ്, വോമർ ബോൺസ്, 2 palatine bones, 2 inferior concave, 1 mandible. അപ്പോൾ ഇനി ഓരോന്നും നോക്കാം. അപ്പോൾ ഇങ്ങനെ പഠിച്ചു പോകാമേ. സൈഗോമാറ്റിക് ബോൺ, ദീസ് ബോൺസ് ഫോം ദ പ്രോമിനൻസ് ഓഫ് ദ ചീക്സ്. എന്താണ് സൈഗോമാറ്റിക് ബോൺസ്? ഈ കാണുന്ന ഈ ഗ്രീൻ കളറിൽ കാണാം. അല്ലെങ്കിൽ ഇതിനെ ചീക്ക് ബോൺസ് എന്നും വിളിക്കാം. എന്തെന്നും കൂടെ വിളിക്കാം സൈഗോമാറ്റിക് ബോൺസിനെ? ചീക്ക് ബോൺസ് 2 എണ്ണമുണ്ട്, ഇരുവശങ്ങളിലുമായിട്ടുണ്ട് അല്ലേ? ഗ്രീൻ കളറിൽ കാണുന്ന നമ്മുടെ ചീക്ക് ബോൺസ്, അതിനെ സൈഗോമാറ്റിക് ബോൺസ് എന്നാണ് പറയുന്നത്. എന്താണ്? നമ്മുടെ ബോണിൻ്റെ, നമ്മുടെ ഫേസിൻ്റെ ഇരുവശത്തുമായിട്ട് കാണപ്പെടുന്നത് അല്ലേ? സൈഗോമാറ്റിക് ബോൺസ് ഓർ ചീക്ക് ബോൺസ് എന്ന് വിളിക്കാം. നെക്സ്റ്റ് ബോൺ ഏതാണ്? നെക്സ്റ്റ് ഈസ് മാക്സില. ഏതാ കൊടുത്തേക്കുന്നത്? ദ മാക്സില ഫ്രോം ദ അപ്പർ ജോ, ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ റൂഫ് ഓഫ് ദ മൗത്ത്. ദെൻ ഏതാണ്? മാക്സില ഈ യെല്ലോ കളറിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇത് കണ്ട് ഇതിന് പാർട്ടീഷ്യൻസ് ഉണ്ട്. ഈ സൈഡിലുമുണ്ട്, ലെഫ്റ്റ് സൈഡിലുമുണ്ട്, റൈറ്റ് സൈഡിലുമുണ്ട്. ഈ കാണുന്നതാണ് മാക്സില. എന്താണിത്? മാക്സില. എത്ര ബോൺസ് ഉണ്ട്? 2 ബോൺസ് ഉണ്ട്. എത്ര ബോൺസ് ഉണ്ട്? 2 ബോൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 2 ബോൺസിൻ്റെ കാര്യം പറഞ്ഞു, ചീക്ക് ബോൺസിൻ്റെ അല്ലെങ്കിൽ സൈഗോമാറ്റിക് ബോൺസിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ മാക്സില പറഞ്ഞല്ലേ. ദെൻ നെക്സ്റ്റ് ബോൺ ഏതാണ്? നോക്കിയിട്ട് വരാം. നെക്സ്റ്റ് ബോൺ ഈസ് നാസൽ ബോൺസ്. These 2 small flat bones form most of the lateral and superior surface of the bridge of the nose. അപ്പോൾ ഈ കാണുന്നതാണ് നാസൽ ബോൺസ്. ഈ പിങ്ക് കളറിൽ കാണുന്ന കണ്ടില്ലേ? അതും എത്ര എണ്ണമുണ്ട്? 2 എണ്ണമുണ്ട്. എത്ര ബോൺസ് ഉണ്ട്? 2 നാസൽ ബോൺസ് ആണ് ഈ പിങ്ക് കളറിൽ കാണിക്കുന്നത്. ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിങ്ങനെ മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് സൂം ചെയ്ത് നോക്കണം. കുറച്ച് സൂം ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ അടുത്ത് കാണാൻ പറ്റും കേട്ടോ. അന്നേരം ഇതെന്താണ്? ഈ കാണുന്നതാണ് നാസൽ ബോൺസ്. 2 ബോൺസ് ഉണ്ട്. എത്ര ബോൺസ് ഉണ്ട്? 2 ബോൺസ് ഉണ്ട്. ദെൻ ലാക്രൈമൽ ബോൺസ്. എന്താണിത്? ലാക്രൈമൽ ബോൺസ് എവിടെയാണ് കാണപ്പെടുന്നത്? ഈ ബ്ലൂ കളറിൽ കാണുന്നില്ലേ? ഈ ബ്ലൂ കളറിൽ ഇതാണ് ലാക്രൈമൽ ബോൺ. അപ്പോൾ 2 എണ്ണമുണ്ട്. അപ്പുറവും ഉണ്ട്, ഇപ്പുറമുണ്ട്. കണ്ണിനുള്ളിലായിട്ടാണ് കേട്ടോ. ഉള്ളിലെന്ന് പറയുമ്പോൾ ഈ നോസിനോട് ചേർന്നുള്ള ഭാഗത്താണ്. അപ്പോൾ ഇതെന്താണ്? 2 ലാക്രൈമൽ ബോൺസ്. എന്താണത്? 2 ലാക്രൈമൽ ബോൺസ് ആണ്. ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് കേട്ടോ 2 ലാക്രൈമൽ ബോൺസ്. ദെൻ ഇൻഫീരിയർ നാസൽ കോൺകേ. ഏതാണുള്ളത് ബോണ്? ഇൻഫീരിയർ മീൻസ് താഴെ. എന്താണ്? ഡൗൺവേർഡ്സ് അല്ലെങ്കിൽ ബിലോ എന്ന് പറയില്ലേ? ഇൻഫീരിയർ എന്താണ്? ബിലോ. അതായത് ഈ കാണുന്ന ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഇൻഫീരിയർ നാസൽ കോൺകേ ആണ്. എന്താണ്? ഇൻഫീരിയർ നാസൽ കോൺകേ. ഈ കാണുന്നതാണ് ഈ ഗ്രീൻ കളറിൽ ഇരുവശങ്ങളിലുമായിട്ട്, ഈ വോമറല്ല, ഇരുവശങ്ങളിലുമായിട്ട് ഈ ഗ്രീൻ കളറിൽ കാണുന്നത്. അപ്പോൾ എത്ര ഇൻഫീരിയർ നാസൽ കോൺകേ എത്ര ഉണ്ട്? ഇൻഫീരിയർ നാസൽ കോൺകേ മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ കാണുന്നത് കണ്ടോ? ദിസ് ഈസ് ഇൻഫീരിയർ നാസൽ കോൺകേ. ഈ ബോണാണ് ഇൻഫീരിയർ നാസൽ കോൺകേ. എത്ര ഉണ്ട്? 2 ഉണ്ട്. എത്ര ബോൺസ് ഉണ്ട്? 2 ബോൺസ് ഉണ്ട്. ദെൻ ഇത് മിഡിൽ നാസൽ കോൺകേ ആണ്. ആൻഡ് ഈ കാണുന്നതാണ് ഈ ഒരു പിങ്ക് പോലെ കുഞ്ഞ് ചെറുതായിട്ട് സൂം ചെയ്ത് കാണുന്നത്. ഇതെന്താണ്? വോമർ ബോൺസ് ആണ്. എന്താണത്? വോമർ ബോൺസ്. ഈ കാണുന്നത് നല്ലപോലെ നോക്കിക്കോ. ഇതെന്താണ്?
വോമർ ബോൺസ്. ഈ നമ്മുടെ മൂക്കിൻ്റെ പാലം എന്ന് പറയുന്നത് വോമർ ബോൺസ് ആണ് കേട്ടോ. പാലല്ലേ തുമ്പത്ത് ഇങ്ങനെ കാണുന്നതാണ് കേട്ടോ. എന്താണത്? വോമർ ബോൺസ്. അത് ഇതിൽ കാണിച്ചു തരാം. വോമർ ബോൺസ് സൂം ചെയ്ത് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഈ നടുക്ക് ഈ കാണുന്ന ഈ ബ്ലൂ കളറിൽ കാണുന്ന ബോൺ കണ്ടോ? അതിനൊരു എൽ ഓർ ട്രയാങ്കുലർ ഷേപ്പാണ് വരുന്നത്. ഒന്നെങ്കിൽ ഒരു എൽ ഷേപ്പ്, ട്രയാങ്കുലർ ഷേപ്പാണ് അതിന് വരുന്നത് കേട്ടോ. ഈ കാണുന്നതാണ് എന്താണത്? വോമർ ബോൺ. എത്ര ബോൺസ് ഉണ്ട്? 1 ബോൺസ് ഉണ്ട്. എത്ര ബോൺസ് ഉണ്ട്? 1 ബോൺസ് ഉണ്ട്. ദെൻ പാലറ്റൈൻ ബോൺ, മാക്സില കണ്ടല്ലോ. മാക്സിലയുടെ ഉൾവശത്തായിട്ട് നമ്മുടെ നാക്ക് വെച്ചിട്ട് നമ്മുടെ മുകൾ ഭാഗത്തൊന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ ആ ഭാഗത്തായിട്ട് പാലറ്റൈൻസ് ബോൺ ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? 2 ബോൺസ് ഉണ്ട്. എത്ര ബോൺസ് ഉണ്ട്? 2 പാലറ്റൈൻ ബോൺസ് ഉണ്ട്. അപ്പർ ജോയുടെ ഉൾവശത്തായിട്ടാണ്. അപ്പർ ജോയുടെ ബാക്ക് സൈഡ്, ഫ്രണ്ട് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്താണ്? മാക്സിലയാണ് കേട്ടോ. അപ്പോൾ ഉൾവശത്തായിട്ട് എൽ ഷേപ്പ്, ഇതിനും എന്താണ്? എൽ ഷേപ്പ്ഡ് ബോൺസ് കാണപ്പെടും. അതെന്താണ്? 2 പാലറ്റൈൻ ബോൺസ് ആണ്. ദെൻ മാൻഡിബിൾ ബോൺസ്. എന്താണ്? 1 മാൻഡിബിൾ. മാൻഡിബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ താടിയല്ല്. എന്താണത്? താടിയല്ല്. നമുക്കിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ സ്കള്ളിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ബോണേ ഉള്ളൂ. അതെന്താണ്? മാൻഡിബിളാണ്. ദാറ്റ് ഈസ് താടിയല്ല് മാത്രമേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ മൂവ് ചെയ്യുന്നതൊക്കെ എന്താണ്? നമ്മുടെ ഈ താടിയല്ലാണ് അല്ലേ? അല്ലെ അതിനെന്താന്ന് പറഞ്ഞ്? മാൻഡിബിൾ. അത് ഒറ്റ ബോണേ ഉള്ളൂ. അവിടെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണ്? ഓൺലി മൂവബിൾ ബോൺ ഇൻ ദ സ്കൾ ഈസ് മാൻഡിബിൾ ആണ് കേട്ടോ. മാൻഡിബിൾ. അപ്പം നമുക്കിനി ഒന്ന് നോക്കിപ്പോകാം. ലാക്രൈമൽ ബോൺസ് ആണ് വേണ്ടത്. ദീസ് 2 സ്മോൾ ബോൺസ് ആർ പോസ്റ്റീരിയർ ആൻഡ് ലാറ്ററൽ ടു ദ നാസൽ ബോൺസ് ആൻഡ് ഫോം പാർട്ട് ദ മീഡിയൽ വോൾ ഓഫ് ദ ഓർബിറ്റൽ ക്യാവിറ്റി. അതായത് ഓർബിറ്റൽ ക്യാവിറ്റി, അത് ഞാൻ കാണിച്ചു തന്നിരുന്നല്ലോ. ഓർബിറ്റൽ ക്യാവിറ്റിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത് എന്താണ്? ഈ ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗം ശ്രദ്ധിച്ച് നോക്കി കാണാം. ഈ ഒരു ഭാഗം ഈ ബ്ലൂ കളറിൽ കാണപ്പെടുന്നതാണ്. എന്താണത്? ആ ബ്ലൂ കളറിൽ കാണപ്പെടുന്നത്. ഇരുവശങ്ങളിലും ഉണ്ടല്ലോ ബ്ലൂ കളറിൽ. ദാറ്റ് ഈസ് ലാക്രൈമൽ ബോൺസ് എന്ന് പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് എന്താണ്? വോമർ ബോൺസ് ഞാൻ കാണിച്ചു തന്നു. വോമർ ബോൺസ് ഏതാണ്? ഈ ഒരു പർപ്പിൾ ഷെയ്ഡിലോ കാണുന്ന ഇത് കണ്ടോ? ഈ ഒരു ബോണാണ് വോമർ ബോൺസ് എന്ന് പറയുന്നത്. എന്താണ്? ഈ കാണുന്ന ഈ ഒരു പർപ്പിൾ കളറിൽ പർപ്പിളും അല്ല, ഇതൊരു ബ്ലൂ കളറാണ്. ആ ബ്ലൂ കളറിൽ കാണപ്പെടുന്നതാണ് എന്ത്? വോമർ ബോൺസ് കേട്ടോ. ഇതാണ് ഈ കാണുന്നതാണ് വോമർ ബോൺസ്. ദെൻ നെക്സ്റ്റ് ഏതാണ്? പാലറ്റൈൻ ബോൺ. ദീസ് ആർ 2 സ്മോൾ എൽ ഷേപ്പ്ഡ് ബോൺസ്. ഇൻസൈഡിൽ കാണപ്പെടുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മൗത്തിന് ഉൾവശത്തായിട്ട് മുകളിലത്തെ ഭാഗത്തായിട്ടാണ് അത് കാണപ്പെടുന്നത്. ദെൻ എന്താണ്? ഇൻഫീരിയർ കോൺകേ. അത് ഞാൻ കാണിച്ചു തന്നല്ലോ. ഈച്ച് കോൺകേ ഈസ് എ സ്ക്രോൾ ഷേപ്പ്ഡ് ബോൺ വിച്ച് ഫോംസ് പാർട്ട് ഓഫ് ദ ലാറ്ററൽ വോൾ ഓഫ് ദ നാസൽ ക്യാവിറ്റി ആൻഡ് പ്രൊജക്റ്റ് ഇറ്റ് ഇൻ ടു ബിലോ ദ മിഡിൽ കോൺകേ. മിഡിൽ കോൺകേയുടെ തൊട്ട് താഴെയായിട്ടാണ് ഈ എന്ത് കാണുന്നത്? ഇൻഫീരിയർ കോൺകേ കാണുന്ന പറഞ്ഞത്. ഇതാണ് മിഡിൽ കോൺകേ. ഇത് മിഡിൽ കോൺകേ. ഇത് രണ്ടും. ഇത് ഇൻഫീരിയർ കോൺകേ എന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. എന്താണ്? ഇൻഫീരിയർ കോൺകേ. ദെൻ മാൻഡിബിൾ ഞാൻ പറഞ്ഞു ഓൾറെഡി. എന്താണ്? ഓൺലി മൂവബിൾ ബോൺ ഇൻ ദ സ്കൾ ഈസ് മാൻഡിബിൾ. ദെൻ ഇതിനൊപ്പം തന്നെ വരുന്നത് ഏതൊക്കെയാണ്? ഇയർ ഓസൈക്കിൾസ്. നമ്മുടെ ഈ സ്കൾ ബോൺസിനോട് കൂടി തന്നെ 2 അസോസിയേറ്റഡ് ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഇയർ ഓസൈക്കിൾസും ഹയോയിഡ് ബോൺസും. വരുന്ന ഏതാണ്? ഹയോയിഡ് ബോൺസും ഇയർ ഓസൈക്കിൾസുമാണത് കേട്ടോ. അപ്പോൾ അസോസിയേറ്റഡ് ബോൺസ് എന്ന് പറയുന്നത് ഒന്ന് ഏതാണ്? ഹയോയിഡ് ബോൺ. ഈ കാണപ്പെടുന്നതാണ്. എന്താണ്? ഹയോയിഡ് ബോൺ. ഒരെണ്ണമേ ഉള്ളൂ, ഒരെണ്ണമേ ഉള്ളൂ ഹയോയിഡ് ബോണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഹയോയിഡ് ബോണ്. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ യു ഷേപ്പ്ഡാണ്. എങ്ങനെ? യു ഷേപ്പ്ഡാണ് ഇതിൻ്റെ ആകൃതി എന്ന് പറയുന്നത്. എന്താണ്? യു ഷേപ്പ്ഡാണ് ഹയോയിഡ് ബോൺ കാണുന്നത്. ഇത് നമുക്ക് എന്തിന് സഹായിക്കുന്നു? ഈ ബോൺ ഒന്നുമായിട്ട് ജോയിൻ ചെയ്ത് കിടക്കുന്നില്ല. നമുക്ക് സ്വാളോ ചെയ്യാനും ശ്വാസം എടുക്കുമ്പോൾ എപ്പിഗ്ലോട്ടിസ് ഓപ്പൺ ചെയ്യാനും ഒക്കെ ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ. ദെൻ ഹയോയിഡ് ബോൺ എന്താണ്? അസോസിയേറ്റഡ് ബോൺസിൽ 1 ബോൺ ഏതാണ്? സ്കളിൻ്റെ ഹയോയിഡ് ബോൺ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇയർ ഓസൈക്കിൾസ് ആണ്. എന്താണ്? ഇയർ ഓസൈക്കിൾസ് ഏതൊക്കെയാണ്? ഇയർ ഓസൈക്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെവിക്കുള്ളിൽ 3 ബോണുകളുണ്ട്. ഏതാണ്? മാലസ്, ഇൻകസ്, സ്റ്റേപ്പസ്. എന്താണ്? മാലസ്, ഇൻകസ്, സ്റ്റേപ്പസ്. ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ സ്മോളസ്റ്റ് ബോൺ ഇൻ അവർ ബോഡി എന്ന് പറഞ്ഞാൽ ഏതാണ്? ദാറ്റ് ഈസ് സ്റ്റേപ്പസ് ഈസ് ദ സ്മോളസ്റ്റ് ബോൺ. സ്റ്റേപ്പസ് എന്ന് പറയുന്നത് എന്താണ്? സ്മോളസ്റ്റ് ബോൺ ഇൻ അവർ ബോഡിയാണ്. അപ്പം മാലസ്, ഇൻകസ്, സ്റ്റേപ്പസ്. എത്ര ബോൺസ് ഉണ്ട് ഒരു ചെവിക്കുള്ളിൽ? 3 ബോൺസ്. അപ്പം 3 + 3 എത്രയായി? 6 ഇയർ
ഓസൈക്കിൾസ് ഉണ്ട്. ഇനി ഇയർ ഓസൈക്കിൾസ് എന്ന് പറയുന്നത് എന്താണ്? അസോസിയേറ്റഡ് ബോൺസ് ആണ്. ഇത് സ്കളിൽ കാണപ്പെടുന്ന അസോസിയേറ്റഡ് ബോൺസ് ആണ്. ഇയർ ഓസൈക്കിൾസ്, മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ് ആണ് കേട്ടോ. 3 ബോൺസ് ഉണ്ട്. അതിൽ ഏറ്റവും ചെറുത് സ്റ്റേപ്പിസ് ആണ്. നമ്മുടെ ഹോൾ ബോഡിയിൽ തന്നെ ഏറ്റവും ചെറിയ ബോൺ എന്ന് പറയുന്നത് ഈ സ്റ്റേപ്പിസ് ആണ്. ചെവിക്കുള്ളിൽ കാണപ്പെടുന്നതാണ്. അപ്പം എന്താണ് നമ്മളുടെ സ്കൾ ബോൺസ് ടോട്ടൽ എത്ര ഉണ്ടെന്ന് പറഞ്ഞു? ടോട്ടൽ സ്കളിൽ 22 ബോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. എത്ര ബോൺസ് ഉണ്ട് നമ്മുടെ സ്കളിൽ? ടോട്ടൽ 22 ബോൺസ് ഉണ്ട്. 22 ബോൺസിലെ വീണ്ടും നമ്മൾ അതിനെ തരം തിരിച്ചിട്ടുണ്ട്. സ്കൾ എന്താണ്? ക്രേനിയൽ ബോൺസ് എന്നും ഫേഷ്യൽ ബോൺസ് എന്നും. ഫേഷ്യൽ ബോൺസ് വീണ്ടും ക്രേനിയൽ ബോൺസ് 8 ബോൺസും ഫേഷ്യൽ ബോൺസ് എത്ര ബോൺസ് ഉണ്ട്? ഫേഷ്യൽ ബോൺസ് എന്ന് 14 ബോൺസ് ആണുള്ളത് ഫേഷ്യൽ ബോൺസ്. ഓക്കെ, ക്രേനിയൽ ബോൺസ് എത്ര ഉണ്ട്? 8 ബോൺസ് ഉണ്ട്. നമ്മൾ ഓക്സിപിറ്റൽ ബോൺസ്, പറൈറ്റൽ ബോൺസ്, ഫ്രണ്ടൽ ബോൺ, ടെമ്പോറൽ ബോൺ, സ്പീനോയിഡ് ബോൺ, എത്തമോയിഡ് ബോൺസ് ഒക്കെ കണ്ടില്ലേ? അപ്പോൾ ഫേസ് ബോൺസ് നമുക്കൊന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോകാം. ഈ കാണുന്നത് ഏത് ബോണാണ്? നമ്മളുടെ ചീക്ക് ബോൺ ഓർ സൈഗോമാറ്റിക് ബോൺ ആണെന്ന് പറഞ്ഞു. ഈ ഗ്രീൻ കളറിൽ കാണപ്പെടുന്ന എത്ര എണ്ണമുണ്ട്? 2 എണ്ണമുണ്ട്. ഈ യെല്ലോ കളറിൽ കാണപ്പെടുന്നത് മാക്സില അല്ലെങ്കിൽ അപ്പർ ജോ എന്ന് പറഞ്ഞ റൂഫ് ഓഫ് ദ മൗത്ത് ആണ് ഇത്, അല്ലേ? അപ്പോൾ ഇത് എത്ര ബോണുണ്ട്? 2 എണ്ണമുണ്ട്. എത്രയുണ്ട്? 2 എണ്ണമുണ്ട്. ദെൻ ഈ കാണുന്നത് എന്താണ്? ഈ കാണുന്നത് ലാക്രൈമൽ ബോൺസ് ആണ്. ഈ കാണുന്നത് ഏത് കളറിലാണ്? ബ്ലൂ കളറിൽ കാണുന്നത് ലാക്രൈമൽ ബോൺസ് 2 എണ്ണമുണ്ട്. ഇത് നാസൽ ബോണാണ്. ഈ കാണപ്പെടുന്നത് നാസൽ ബോണാണ്. അതും എത്ര എണ്ണമുണ്ട്? 2 ബോൺസ് ഉണ്ട്. അതും എത്ര എണ്ണമുണ്ട്? നാസൽ ബോൺസ് എത്ര ഉണ്ട്? 2 ബോൺസ് ഉണ്ട്. ഈ കാണപ്പെടുന്നത് ഇൻഫീരിയർ കോൺകെ ആണ്. എന്താണിത്? ഇൻഫീരിയർ കോൺകെ. ഈ കാണുന്നത് വോമർ ബോൺസ് ആണ്. എന്താണത്? വോമർ ബോൺസ്. ഇവിടെ അൺപെയർ ആയിട്ടുള്ള ബോൺസ് എന്ന് പറയുമ്പം ഏതൊക്കെയാണുള്ളത്? വോമർ ബോൺസും മറ്റൊന്ന് എന്താണ്? ഈ മാൻറ്റിബിൾ, നമ്മുടെ താടിയെല്ല്, ഓൺലി മൂവബിൾ ബോൺ ഇൻ ദ സ്കൾ എന്ന് പറയുന്നത് എന്താണ്? താടിയെല്ലാണ് കേട്ടോ. അപ്പോൾ അത്രയുമാണ്. ടോട്ടൽ എത്ര ഫേഷ്യൽ ബോൺസ് ഉണ്ട്? 14 ഫേഷ്യൽ ബോൺസ് ഉണ്ട്. അതുപോലെ നമ്മളുടെ സ്കൾ ബോൺസ് ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 8 ബോൺസ് ഉണ്ട്. എത്ര ബോൺസ് ഉണ്ട്? 8 ബോൺസ് ഉണ്ട്. ഫ്രണ്ടൽ ബോൺസ് 1, പറൈറ്റൽ ബോൺസ് 2, ഓക്സിപിറ്റൽ ബോൺസ് 1, ടെമ്പോറൽ ബോൺസ് 2, സ്പീനോയിഡ് ബോൺസ് 1 ആൻഡ് എത്തമോയിഡ് ബോൺസ് 1. ടോട്ടൽ 8 ബോണുകളാണുള്ളത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇത് ഓരോന്നും റിബ് ഗേജും വെർട്ടിബ്രയൊക്കെ സെപ്പറേറ്റ് ഓരോന്നും പഠിക്കണം കേട്ടോ. അപ്പോൾ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ക്ലാസ് എടുക്കുന്നതാണ്.